ഞാൻ പറയാം എന്തറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതി. ഹലോ കേക്ക്, ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസർ ബജറ്റ് ആണ്. ബജറ്റ് തമാശകളാ. 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇനി ഞാൻ ഉണ്ടാക്കണം. ഞാൻ 20,500 കോടി ഞാൻ ഉണ്ടാക്കണം. ഒരു ഗതികേടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് ഒന്ന് സങ്കടം പറയുകയാണ്. ഇനിയും ഞാൻ 20,000 കോടി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാനാണ് സാർ താങ്കൾ അവിടെ പോയിരിക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ സേവിക്കണം. അതല്ലാതെ ഈ എന്താ പറയുക, ചില രക്ഷിതാക്കളുണ്ട്, തങ്ങൾ ചെയ്തെന്ന് മുഴുവൻ പേർത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും കുഞ്ഞുങ്ങളോട്. ഞാൻ നിനക്കത് ചെയ്തു എന്നൊക്കെ വിട്ട് കളയണം എൻ്റെ പ്രിയപ്പെട്ട വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റ്. ഇത്ര വാക്കുകൾ ഒരിക്കലും ഈ ജനങ്ങളെ മുമ്പിൽ വന്നെന്ന് പറയരുത്. കാരണം ഇങ്ങനെയൊന്നും പറയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചിരുന്നത്, സഖാവ് പിണറായി വിജയൻ. ഇനി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിന് കഴിഞ്ഞ 10 വർഷത്തില് നമ്മുടെ കേരളം അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടായ നിപയും പ്രളയവും അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കൽ പോലും സാമ്പത്തികം ആകെ തകർന്നു കിടക്കുകയാണ്, അയ്യോ അത് ചെയ്യണം, അയ്യോ ഇങ്ങനെ ചെയ്യണം, നമ്മൾ പരിമിതിയിലാണ്, അങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു വർത്തമാനം സഖാവ് പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ. കുറച്ചു കാലം മുമ്പ് പ്രളയം എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ കേരളത്തിൽ ആഞ്ഞടിച്ചൊരു കാലഘട്ടം ഇതാ ഈ ഒരു സമയത്ത്, ഈ ഒരു മഴക്കാലത്ത്. അന്ന് പ്രളയം വന്ന് സകലത് മുങ്ങിപ്പോകുന്നൊരു കാലം. അന്ന് വീടുകളുടെ ഉള്ളിലേക്ക് ചളിയും മണ്ണും കയറിയൊരു കാലം. അങ്ങനെ പ്രളയം മുഴുവൻ വെള്ളം മുഴുവൻ അങ്ങനെ കടലിലേക്ക് ഒലിച്ചു പോയ ആ ഒരു സമയത്ത് സഖാവേ, ഈ വീടുകളിലേക്ക് മുഴുവൻ വെള്ളവും ചളിയൊക്കെ കയറി കിടക്കുകയാണല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യും, എങ്ങനെ വൃത്തിയാക്കും എന്ന് സഖാവ് പിണറായി വിജയനോട് അന്നത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിരുന്ന് പരിതപിക്കുകയല്ല ചെയ്തേ, ഇങ്ങനെ വന്നിരുന്ന് സങ്കടം പറയുകയല്ല ചെയ്തേ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, ഇതൊക്കെ വൃത്തിയാക്കാൻ ഞാൻ പൈസ ഉണ്ടാക്കണമല്ലോ എന്നല്ല അദ്ദേഹം പറഞ്ഞേ. ഒരൊറ്റ വാക്ക്, ആ വാക്ക് ഇങ്ങനെയായിരുന്നു, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയില്ലേ എന്ന്. ഇനി ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു ഡയലോഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിങ്ങനെയാണ്. എത്ര ദുരിതപർവങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നാം നീന്തിക്കയറിയത്. മുന്നോട്ട് പോക്ക് തന്നെ അസ്തമിച്ചുവെന്ന് തോന്നിയിടത്ത് ഇനി എന്തെന്ന് പകച്ചു നിന്ന ജനതയോട് നമ്മൾ ഒരുമിച്ചങ്ങിറങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊരു ഭരണാധികാരി. ലോകത്തിന് മുന്നേ കേരളം എന്ന് ചിന്തിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതിവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്താണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇരുന്ന് നമ്മളോട് സങ്കടം പറച്ചിലിന്റെ അങ്ങേ തലക്കുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെയായിരുന്നു ഇദ്ദേഹം അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്? അല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ചിലപ്പോൾ നിങ്ങളത് മറന്നുപോയിരിക്കും. എന്തായാലും അത്തരത്തിലൊരു ഡയലോഗ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം, കണ്ടോളൂ. എവിടെ വരൂ. ആണ് ഇൻഎഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. ഇൻഎഫിഷ്യൻസിയാണ് ഈ ആളുകളോട് വന്നിരുന്ന് സങ്കടം പറച്ചിൽ. കഴിവില്ലായ്മയാണ് ഈ ആളുകളോട് വന്നിരുന്നിട്ട് ജനങ്ങളോട് വന്ന് സങ്കടം പറച്ചിൽ. ഇനിയും ഞാൻ 20,000 ഉണ്ടാക്കണം, ഹൗ ക്യാൻ ഐ ഡു ദാറ്റ് എന്നൊക്കെ വന്ന് പറയുന്നത് സങ്കടം പറച്ചിലാണ്. അത് നിർത്തണം എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരു നല്ല ഭരണാധികാരിക്ക് പറ്റിയ ഒരു രീതിയല്ല. നോക്കൂ, ടൈറ്റാനിക് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴോ ക്യാപ്റ്റൻ സ്മിത്ത് വന്നിരുന്നിട്ട് അയ്യോ മുങ്ങിപ്പോകുന്നു, ഞാൻ എന്തു ചെയ്യും, നമ്മൾ എന്തു ചെയ്യും, നമുക്ക് രക്ഷപ്പെടണ്ടേ എന്ന് സങ്കടപ്പെടുകയല്ല വേണ്ടത്. അവിടെ ഉള്ള സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം നിങ്ങൾ രക്ഷപ്പെടൂ, ബാക്കിയുള്ള ആണുങ്ങൾ മുഴുവൻ ആ രാജ്യത്തിന് അഭിമാനം കാണിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത് കേക്ക്. നടന്നു പൊക്കോട്ടെ, അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. താങ്കൾ ആദ്യം പറയല്ല, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് ആശയങ്ങൾ ഉണ്ടാകണം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം, ക്രൈസിസ് മാനേജ്മെന്റ്. യെസ്, പ്രതിസന്ധി ഉണ്ടാവും, ആ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം.
ആ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങളെ മുമ്പിൽ വന്നിരുന്നിട്ട് 20,000 കോടിയുടെയും 1000 കോടിയുടെയും കണക്കുകൾ പറഞ്ഞ് കരയുകയല്ല വേണ്ടത്. ഇതാ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 18,000 കോടിയെ സമത്തലാക്കി എങ്ങാണ്ട് കടം വാങ്ങിച്ചെന്ന് പറയുന്നു. കടം വാങ്ങിച്ച് മുടിയുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ. 30 ദിവസം കഴിയുമ്പോഴേക്കും ഇതാ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പൊന്നു മാധ്യമങ്ങളെ, നിങ്ങൾ ഈ ഹണിമൂൺ എന്നുള്ള വാക്ക് ഇനിയെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. ആവുവിധ സമയം കൊടുത്തു. +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് 15 മിനിറ്റെങ്കിലും കൊടുക്കുന്ന പറഞ്ഞ പോലെ 30 ദിവസം കൊടുത്തു കഴിഞ്ഞു. ഇനി ഹണിമൂണല്ല, ഇനി യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ്. 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പേന എടുക്കുക, പേപ്പറിലേക്ക് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക, ഉത്തരം എഴുതുക എന്നതിലേക്ക് അപ്പുറത്തേക്ക് മറ്റു കളികളൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഭരണം നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭരിക്കണം, ഏറ്റവും നന്നായി ഭരിക്കണം. പിണറായി വിജയൻ എന്തോ ഒരു ധാർഷ്ട്യമുള്ള നേതാവായിരുന്നു പറഞ്ഞതിനിടയ്ക്കാണ് നിങ്ങൾ ചിരിയുമായി കടന്നു വന്നത്. നിങ്ങൾ ചിരിയോട് അപാരമായിട്ടുള്ള സ്നേഹമുണ്ടെന്ന് മലയാളികൾക്ക്. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റരുത് കേട്ടോ. എന്തായാലും കേക്ക് സിറ്റുവേഷൻ ഇത് ചെയ്യണം. ലോങ് ടേം പെർസ്പെക്റ്റീവ് വേണം. 2031 കേരളം 30 കേരളം എന്തായിരിക്കണം, 2040 കേരളം ഉണ്ടായിരിക്കണം. അതെ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെ വേണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന സമയത്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്, ഇവിടെ തീരദേശ പാത ഞങ്ങൾ എതിർക്കും, വയനാട്ടിലേക്കുള്ള തുരങ്കൽ പാത ഞങ്ങൾ എതിർക്കും, ഇവിടെ എന്തിനാണ് ഇത്ര സ്പീഡിൽ പോകുന്ന ട്രെയിന്, ഞങ്ങൾ അത് എതിർക്കും. പക്ഷേ 2030 40 50 ദീർഘവീക്ഷണമുള്ളത് കൊണ്ടായിരിക്കാം പ്രതിപക്ഷമായിരുന്ന സമയത്ത് അദ്ദേഹം VD സതീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുകയെന്ന് നമുക്കിപ്പോൾ ചുമ്മാ അയവിറക്കാം അല്ലേ, വെറുതെ അയവിറക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഈ സങ്കടം പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം പറച്ചിൽ അത്ര ഇഷ്ടമല്ല. ഒരു നല്ല നേതാവ് അത് ചെയ്യരുത് എന്നുള്ളതാണ്. എന്തായാലും കേൾക്കൂ. ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികൾ. ഹലോ കേക്ക്, ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,000 കോടി 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല. ശരി, 20,500 കോടി ഇല്ല, അത് ഉണ്ടാക്കണമെന്നേ. അതിനല്ലേ താങ്കളുടെ കയ്യിലൊക്കെ ആൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞേ, അതും പറഞ്ഞല്ലേ കേറിയേ. ഇനി അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുമോ? ഭയത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ, ഭയത്തിലാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഭയത്തിലാണ്. എന്താ ഭയം? തങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് കൃത്യമായി തന്നിരുന്ന ആ ഒരു തുകയുണ്ടല്ലോ, 2000 രൂപ, അതുകൂടി ഇല്ലാണ്ടാവുമോ എന്ന് പറയുന്ന ഭയത്തിലാണ്. ഇവിടെ സ്ത്രീകൾക്ക് മനസ്സിലായി അവർക്കിനി 1000 രൂപ കിട്ടില്ല. അവർക്കത് മനസ്സിലായി, അത് കിട്ടില്ല. ഇവിടെ വീടില്ലാത്ത ആളുകൾക്ക് മനസ്സിലായി അത് നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതി. വയനാട്ടുകാർക്ക് മനസ്സിലായി ആ ടൗൺഷിപ്പ് ഇനി ഒരിക്കലും ഉയരാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞൊരു 30 ദിവസത്തിനുള്ളിൽ, വെറും 30 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും അങ്ങനെ 5 വർഷത്തിനുള്ളിൽ എന്തോരം മനസ്സിലാക്കാൻ കിടക്കുന്ന ഒരു സന്തോഷ വാർത്ത കൂടി, കറണ്ട് കട്ട് തിരികെ വരുന്നു. ആശംസകൾ. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കെല്ലാം 1000 അഭിവാദ്യങ്ങൾ. ബൈ.